അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകാതെ പ്രതിഷേധം ശക്തമാവുകയാണ്. വന്യജീവി ആക്രമണം തടയാൻ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് ജില്ലാ കളക്ടറെത്തി ഉറപ്പ് നൽകാതെ മൃതദേഹം വിട്ടുനൽകില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. എല്ലാ വന്യമൃഗാക്രമണത്തിലും ആളുകൾ മരിക്കുമ്പോൾ ആദ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അഭിപ്രായമാണ് ഇത് സംശയമുണ്ടെന്ന് പറയുന്നത്. അത് ഉത്തരവാദിത്വം ഒഴിയുന്നതിന് വേണ്ടി കാണിക്കുന്ന നടപടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായി, ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. സ്വാഭാവികമായും ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ആ മേഖലയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്, ഭരണകൂടത്തിനുണ്ട്. സാങ്കേതികമായ ഒട്ടേറെ വിദ്യകളുണ്ട്, ഇപ്പോൾ സാങ്കേതികമായ ഒട്ടേറെ അറിവുകളുണ്ട്. ഇപ്പോൾ ചൂട് കാലമാണ്, മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി താഴേക്ക് ഇറങ്ങുന്ന സമയമാണ്. ആ ചൂട് കാലഘട്ടത്തിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി മൃഗങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ മൃഗങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിന് ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഗവൺമെന്റാണ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. നാളെ അതിരപ്പള്ളിയിൽ ജനകീയ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ജില്ലാ കളക്ടർ വരണമെന്നായിരുന്നുവല്ലോ ആവശ്യം. കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? മഞ്ജുഷ്, സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സബ് കളക്ടർ ഇവിടെ എത്തി ആശുപത്രിയിലെ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഈ മൃതദേഹം വിട്ടു നിൽക്കുന്ന കാര്യങ്ങളിലടക്കം, പോസ്റ്റ്മോർട്ടം നടത്തുന്നതിലടക്കം ഒരു തീരുമാനം ഉടൻ തന്നെയാകും. എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് ചില കാലതാമസം, അത് ഈ വലിയൊരു കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലൊരു പ്രതിഷേധം നടക്കുന്നതിന്റെ ഭാഗമായാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വൈകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. സബ് കളക്ടർ MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. സബ് കളക്ടർ ഇവിടെ എത്തി അവരുമായി സംസാരിക്കുന്നുണ്ട്. അവരുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയുള്ളൂ. എന്തായാലും നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അതിരപ്പള്ളിയിൽ ഒരു സംയുക്ത ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുള്ളൊരു ഹർത്താൽ. പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടാകണം. RRTയുടെ പ്രവർത്തികൾ അത് കൂടുതൽ ശക്തമാക്കണം. വനപാലകരടക്കം വലിയ രീതിയിൽ ഒരു ഉദാസീനത ഈ ഒരു കാര്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം മാറി ജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം തന്നെ നടപ്പാക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന സെബാസ്റ്റ്യന്റെ മരണം ഉൾപ്പെടെ വലിയ രീതിയിൽ വനം വകുപ്പിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നാളെ ഒരു ഹർത്താൽ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഹർത്താൽ നടത്തി ഇവർക്കൊരു പരിഹാരമുണ്ടായില്ല, ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ളൊരു സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്തായാലും ഇരുവരുടെയും മരിച്ച 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാലക്കാട്